രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. രാധയുടെ പ്രണയം 166ാമത്തെ എപ്പിസോഡാണ് ഇത്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് ഇതിനു മുമ്പുള്ളത് കിട്ടുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും, എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് രാധയുടെ പ്രണയം കിട്ടും, എല്ലാ ബുധനാഴ്ചയും ഉടൻ വരുന്നുണ്ട് ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്. എൻ്റെ കാലിന് സുഖമില്ലാത്തത് കൊണ്ടാണ് അത് വൈകുന്നത്. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്. എല്ലാ വെള്ളിയാഴ്ച ദിവസവും നിങ്ങൾക്ക് സൗന്ദര്യലഹരിയുടെ ക്ലാസ്സാണ്. അതുകൂടാതെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കേൾക്കുക. എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ്. ദൂരെ നിന്ന് വരുന്നവർക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി. അതുപോലെ ജ്യോതിഷത്തിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ആ ജ്യോതിഷം നിങ്ങൾ നോക്കുക. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം. നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ 96453339 എന്ന നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വിളിച്ചാൽ മതി. അതേ കണക്ക് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്, നിങ്ങളത് കേൾക്കുക. ഹിന്ദുക്കൾ അറിയേണ്ടവ, ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ളവ, കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ, പിന്നെ രാധിക കവചൻ 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കുക. പിന്നെ അതുകൂടാതെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്, മോർണിംഗ് മെസ്സേജസ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ കൃത്യം 5:30 മണിയാകുമ്പം നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയോടുകൂടി ജീവിതം തുടങ്ങാം. അങ്ങനെ മോർണിംഗ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ കേൾക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമ. ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പം നമുക്ക് രാധയുടെ പ്രണയം ആരംഭിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും സാർ എന്താ നൃത്തം ചവിട്ടാത്തതെന്ന്. സാധാരണ രാധേ രാധേ നൃത്തം ചവിട്ടിയേ ഞാൻ പറയും. ഞാൻ പറഞ്ഞില്ലേ,
ഞാനൊന്ന് വീണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാല് വെച്ച് എന്ത് ചെയ്യാൻ വയ്യ, നൃത്തം ചവിട്ടാൻ വയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. രാധയുടെ പ്രണയം. രാധാറാണി കരുണാമയിയാണ്. കരുണാമയിയാണ് രാധാറാണി. രാധാറാണിയുടെ കരുണ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. എത്ര പറഞ്ഞാലും തീരാത്തതാണ് രാധാറാണിയുടെ കഥകളെന്ന് പറയുന്നത്. നമുക്കിന്ന് കാരുണ്യവതിയായ രാധാറാണിയുടെ കഥയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഒരു കാര്യം, ഞാൻ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായിട്ടും നിങ്ങളത് കാണണേ. അതേപോലെ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഉടനടി നിങ്ങൾക്ക് രാധാ സഹസ്രനാമം നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നതാണ്. കഥകളും ഉപകഥകളുമായി ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ രാധാ സഹസ്രനാമം നിങ്ങളുടെ മുന്നിലെത്തും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ കാല് വയ്യാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇതെല്ലാം ഇപ്പം നിങ്ങളുടെ മുമ്പിൽ എത്തിയണേ. അതേ കണക്ക് രാധാറാണി എനിക്ക് ദർശനം തന്ന കഥയും. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക. ബീഹാറിൽ രത്നാഭായി എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവര് കഠിന രാധാഭക്തയായിരുന്നു. എപ്പോഴും അവരുടെ നാവിൽ ശ്രീരാധേ 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 എന്ന മന്ത്രജപം മാത്രമാണ് അവരുടെ നാവിലുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം വൃന്ദാവനത്തിലെത്തുക അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ പലതവണ ശ്രമിച്ചിട്ടും അവർക്ക് വൃന്ദാവനത്തിലെത്താനായിട്ട് സാധിച്ചില്ല. കാരണം ഒന്ന്, അവരുടെ കയ്യിൽ പണം വളരെ കുറവാണ്. അങ്ങനെ ഒരിക്കൽ പണമെല്ലാം കൂടെ അവർ സ്വരൂപിച്ചു. അങ്ങനെ സ്വരൂപിച്ച് അവർ രാധാറാണിയെ കാണാൻ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തു ചെയ്തു? അവിടേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റും എല്ലാം ബുക്ക് ചെയ്തു. അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ അവരെന്ത് ചെയ്യുന്നത്? ഒന്ന് തെന്നി വീഴുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? ആ കാലും വെച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ വയ്യ, കയറാൻ വയ്യാത്ത ഒരവസ്ഥയായി. വൃന്ദാവനത്തിൽ പോകാൻ വയ്യ, യാത്ര ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായി. വല്ലാതെ വിഷമിച്ചു പോയി. എങ്കിലും എൻ്റെ രാധാറാണി അമ്മേ, എന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ തിരസ്കരിക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ഭക്തിയിൽ എന്തെങ്കിലും പിഴവ് വന്നോ ഭക്തിയിൽ? അതിനുശേഷം പിന്നീട് ഒരു ദിവസം അവരെങ്ങനെയെങ്കിലും പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടുന്ന് പോകുന്ന ഒരു സംഘത്തിനോടൊപ്പം അവർ പോകാൻ തീരുമാനിച്ചപ്പോൾ ആ സമയത്ത് ഏറ്റവും അടുത്ത ബന്ധു മരിച്ചുപോയി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പുലയാണ്, അവർക്ക് പോകാൻ സാധ്യമല്ല. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യവും അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. അവര് കണ്ണീര് വാർത്തുകൊണ്ട് പറഞ്ഞു, എന്താ രാധാമ്മേ, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണല്ലോ, ഇപ്രാവശ്യവും എന്നെ വിലക്കി കളഞ്ഞല്ലോ, എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പക്ഷേ ഞാൻ രാധാജിയോടുള്ള ഭക്തി അതൊരിക്കലും ഞാൻ കൈവിടുകയില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു? പിന്നീട് ഒരു ദിവസം അവർ പോകാൻ വേണ്ടി എന്ത് ചെയ്തു? എല്ലാം ഒരുക്കി പോകാൻ വേണ്ടി എല്ലാം ശരിയായി. എനിക്ക് നിന്ന് കാല് കഴിച്ചപ്പോൾ ഞാനൊന്ന് ഇരുന്നു, അതുകൊണ്ടാണ് ഈ തല മാത്രം നിങ്ങൾ കാണുന്നത്. അപ്പൊ എന്ത് ചെയ്തു? പോകാൻ വേണ്ടി എല്ലാം ഒരുക്കി, എല്ലാം തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ ആ പോകുന്ന ദിവസം അടുത്തപ്പോഴാണ് കലശലായ ഒരു രോഗം വന്നു. ബോധം മറഞ്ഞുപോയി. അവരടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി ദിവസങ്ങളോളം അവിടെ കിടക്കേണ്ടതായിട്ട് വന്നു. അതോടുകൂടി അവർക്ക് വല്ലാത്ത നിരാശ തോന്നി. എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പക്ഷെ അവര് രാധാഭക്തി അവരൊരിക്കലും കൈവിട്ടില്ല. അവര് വീണ്ടും തന്റെ ജീവിതത്തിൽ ശ്രീരാധേ 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 എന്ന് ജപിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരുന്ന് അവര് മനസ്സുകൊണ്ടൊരു തീരുമാനമെടുത്തു, ഇനി രാധാറാണി എനിക്ക് എന്തെങ്കിലും ഒരു സൂചന തരട്ടെ, അപ്പോൾ മാത്രമേ ഞാൻ അവിടെ ചെല്ലൂ. ഒരു പക്ഷേ എനിക്ക് അവിടെ വൃന്ദാവനത്തിൽ എത്താനുള്ള നിയോഗമായി കാണില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇനി എത്ര കോടീശ്വരരാണെങ്കിലും
നിങ്ങൾ എത്ര കോടീശ്വരിയാണെങ്കിലും രാധാറാണി വിചാരിക്കാതെ അവിടെ എത്താൻ പ്രയാസമാണ്. അങ്ങനെ അവർ ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 45 വയസ്സ് തികയുന്നതിൻ്റെ തലേന്ന് രാത്രി 45 വയസ്സ് തികയുന്നതിൻ്റെ തലേന്ന് രാത്രി അവരിങ്ങനെ നല്ല ഗാഠ നിദ്രയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിസുന്ദരമായ നിദ്ര. ആ നിദ്രയിൽ അവർക്ക് ഒരു ശബ്ദം മാത്രം അവർക്ക് കേൾക്കാം. രത്നാഭായി, എന്നെ കാണാൻ വരണ്ടേ, എന്നെ കാണാൻ വരണ്ടേ, സമയമായി, വാ, എന്നെ കാണാൻ വാ. അപ്പോൾ രത്നാഭായി ആ ഉറക്കത്തിൽ ഇവര് ഉറങ്ങാൻ കിടക്കുമ്പോഴും ശ്രീരാധേ 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 അങ്ങനെ ജപിച്ചുകൊണ്ടാണ് ഇവർ ഉറങ്ങാൻ കിടക്കുന്നത്. അപ്പോൾ പറഞ്ഞു, എന്നെ കാണാനായിട്ട് വാ, എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അപ്പെട്ടെന്ന് അവര് എന്ത് ചെയ്തു? ഉറക്കം വന്ന് മുറിഞ്ഞ് കണ്ണു തുറന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എന്താണ് ഇത്, സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. എങ്കിലും അവർ വിചാരിച്ചു, ഇല്ല, എൻ്റെ രാധാറാണി ഉറക്കത്തിൽ വന്ന് എനിക്ക് അനുവാദം തന്നതാണ്, അതുകൊണ്ട് പോവുക തന്നെ, എങ്ങനെയായാലും പോവുക തന്നെ. പക്ഷേ അവര് വിചാരിച്ചു, ഞാനിത് എങ്ങനെയാണ് എത്തുന്നത്, രാധാറാണിയെ കാണാൻ എങ്ങനെ എത്തും? എൻ്റെ കയ്യിലിരുന്ന പണം മുഴുവനും ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് പോയല്ലോ. അപ്പോൾ പിന്നെ ഞാനിനി എന്താണ് ചെയ്യുന്നത്? അങ്ങനെ അവർ വിഷമിച്ചു. അപ്പോൾ അവർ വിചാരിച്ചു, രാധാറാണി തന്നെ എന്തെങ്കിലും ഒരു മാർഗം എനിക്ക് കണ്ടെത്തി തരും. തൊട്ടടുത്ത ദിവസം, അല്ല 2 ദിവസങ്ങൾ കഴിഞ്ഞു. 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പ്രമാണി, ആ പ്രമാണി രത്നാഭായിയുടെ അടുക്കലെത്തി. രത്നാഭായിയുടെ അടുക്കലെത്തിയിട്ട് പറഞ്ഞു, നോക്കൂ, ഇത് നിങ്ങൾക്ക് വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള യാത്രയുടെ ടിക്കറ്റാണിത്. നിങ്ങൾക്ക് ഞാൻ എല്ലാം ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. ഇവിടുന്ന് ഒരു സംഘം അടുത്ത ആഴ്ച വൃന്ദാവനത്തിലേക്ക് പോകുന്നു. അവരോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്തുകൊള്ളൂ. അപ്പൊ രത്നാഭായി അമ്പരന്ന് പോയി. രത്നാഭായി ഇതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു എന്നുള്ള മട്ടിലാണ് രത്നാഭായി ഇരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഇന്നലെ ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. എൻ്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, രത്നാഭായിക്ക് വൃന്ദാവനത്തിൽ വരണം, അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. ഈ പ്രമാണിയും ഒരു രാധാഭക്തനാണ്. അപ്പോൾ പറഞ്ഞു, എന്നിട്ട് അയാള് രത്നാഭായിയെ കാല് തൊട്ട് വന്ദിച്ചു. അപ്പോൾ രത്നാഭായി ഞെട്ടിപ്പോയി, കാരണം അവിടുത്തെ ഏറ്റവും വലിയ പ്രമാണിയാണ് ഇദ്ദേഹം. അപ്പൊ പറഞ്ഞു, എന്തായി ചെയ്യുന്നത്? അങ്ങയെപ്പോലുള്ള ഒരു വലിയ മനുഷ്യൻ എൻ്റെ കാല് തൊട്ട് തൊഴുകയോ? അപ്പോൾ പറഞ്ഞു രത്നാഭായി, സ്വപ്നത്തിലായാലും ശരി എനിക്ക് രാധാറാണിയുടെ ദർശനം കിട്ടാൻ കാരണക്കാരി നിങ്ങളാണ്. നിങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ സ്വപ്നത്തിലെങ്കിലും എനിക്ക് എൻ്റെ രാധാജിയെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് രത്നാഭായിക്ക് കോടി നമസ്കാരം എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ ഒരു തുകയും കൂടെ കൊടുത്തു. ഇത് വഴിച്ചെലവിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ആയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രത്നാഭായിയുടെ കണ്ണുകൾ നിറഞ്ഞു. രത്നാഭായി പറഞ്ഞു, അമ്മേ കരുണാമയി, ശ്രീരാധേ ശ്രീരാധേ, ഗോവിന്ദരാധേ ഗോവിന്ദരാധേ, കരുണാമയി, അമ്മേ കരുണാമയി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവര് അന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ അവർ ഒരുപാട് കരഞ്ഞു. അത് ആനന്ദം കൊണ്ടുള്ള കരച്ചിലാണോ, സങ്കടം കൊണ്ടുള്ള കരച്ചിലാണോ, എന്തുകൊണ്ടാണെന്ന് രത്നാഭായിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റിയില്ല. അങ്ങനെ ഒടുവിൽ ആ ദിവസം വരികയാണ്. നമ്മുടെ രത്നാഭായി യാത്ര പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അങ്ങനെ ആ ഗ്രാമത്തിൽ നിന്ന് പോകുന്ന ഒരു സംഘത്തിനോടൊപ്പം നമ്മുടെ രത്നാഭായി എന്ത് ചെയ്തു? യാത്ര പുറപ്പെട്ടു. അവരോടൊപ്പം യാത്ര പുറപ്പെട്ടു. അങ്ങനെ രത്നാഭായി വൃന്ദാവനത്തിലെത്തി. അപ്പൊ രത്നാഭായിയെ സംബന്ധിച്ചിടത്തോളം കാലിന് എന്താണ്, അന്ന് ആ വീഴ്ച പറ്റിയതിന് ശേഷം കാലിന് അല്പം ഒരു ചെറിയ ഒരു സ്വാധീനക്കുറവുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം അവരവിടെ ഒരു ആശ്രമത്തിൽ താമസമാക്കി.
അടുത്ത ദിവസം സംഘത്തിലെ എല്ലാവരും, ആ സംഘത്തിലെ എല്ലാവരും നല്ല ചെറുപ്പക്കാരാണ്, അവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് എന്ത് ചെയ്തു? ആ രാധാറാണിയുടെ മന്ദിരത്തിലേക്ക് പുറപ്പെട്ടു. അപ്പൊ രാധാറാണിയുടെ മന്ദിരത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ ഈ പടികൾ ഇവര് പിടിച്ചു പിടിച്ച് പതുക്കെ കയറുകയാണ്. മറ്റുള്ളവരാകട്ടെ അതിവേഗത്തിൽ കയറി പോവുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അങ്ങ് അവശതയായി, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. ആ സമയത്ത് 2 ദമ്പതികളും ഒരു കുട്ടിയും അവിടേക്ക് വന്നു. 2 ദമ്പതികള്. അപ്പോൾ ആ ദമ്പതികൾ പറഞ്ഞു, എന്താണ് രത്നാഭായിക്ക് കയറാൻ വയ്യേ? ഞങ്ങൾ കയറ്റാമല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? ഒരു കയ്യിൽ പിടിക്കൂ. അപ്പോൾ അതിനകത്ത് ആ ഭർത്താവിന്റെ ഒരു കയ്യിൽ രത്നാഭായി പിടിച്ചു, അപ്പുറത്തെ കയ്യിൽ ആ ഭാര്യ പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ കുട്ടി അവരോടൊപ്പം രത്നാഭായിയുടെ കൈകളിൽ ഇങ്ങനെ തൂങ്ങുന്നത് പോലെ ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പടികൾ കയറി കുറച്ചു ചെന്നു. ഒരല്പം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്നറിയാമോ? അവർ പറഞ്ഞു, രത്നാഭായി നിങ്ങൾ ഇവിടെ ഇരിക്കൂ, പൂജയ്ക്ക് സമയമായി, ഞങ്ങൾ വേഗം ചെന്നിട്ട് അത് കണ്ടതിന് ശേഷം വന്ന് നിങ്ങളെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രത്നാഭായി അവിടെ ഇരുന്നു. പക്ഷേ അവരാരും എന്ത് ചെയ്തില്ല? ആ പോയവര് തിരിച്ചു വന്നില്ല. രത്നാഭായിക്ക് വല്ലാത്ത സങ്കടമായി. എങ്ങനെ കയറും? ഒരു തരത്തിൽ കയറാൻ പറ്റുന്നില്ല. വല്ലാത്ത ക്ഷീണം. ഒരിക്കലും ഇങ്ങനൊരവസ്ഥ രത്നാഭായിക്ക് ഉണ്ടായിട്ടില്ല. പൂർണ്ണ ആരോഗ്യവതിയാണ്, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ എത്തിയതിൽ പിന്നെ വല്ലാത്ത തളർച്ച. കൂടെയുള്ള സംഘാംഗങ്ങളെല്ലാം പോയി വരികയും ചെയ്തു. അടുത്ത ദിവസം രത്നാഭായി വീണ്ടും യാത്രയായി. ഈ സംഘാംഗങ്ങളൊക്കെ വളരെ വേഗത്തിൽ പോയി. കാരണം രത്നാഭായി വളരെ പതുക്കെ മാത്രമാണ് നടക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസവും കുറച്ച് സ്റ്റെപ്പ് കയറിയപ്പോഴേക്കും വല്ലാതെ കിതയ്ക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, അമ്മേ ഇതെന്താണ്? എനിക്ക് ഇന്ന് വരെ ഇങ്ങനെ ഒരിക്കലും വന്നിട്ടില്ല. ഇതിലുമൊക്കെ വലിയ ക്ഷേത്രങ്ങളിൽ പടികൾ കയറി ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ഈ സമയത്ത് എനിക്കിങ്ങനെ ഇത് കയറാൻ പറ്റാത്തത്? അമ്മേ എന്നെ പരീക്ഷിക്കല്ലേ, പണ്ടെന്നെ 3 തവണ മുടക്കിയതല്ലേ. അപ്പൊ ഈ സമയത്ത് മറ്റൊരു ഭാര്യയും ഒരു ഭർത്താവും ഒരു കുട്ടിയും കൂടെ വന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നവരേ അല്ല. അവര് വന്നിട്ട് പറഞ്ഞു, എന്താ അമ്മേ, അമ്മയ്ക്ക് കയറാൻ വയ്യേ? ഞങ്ങൾ കയറ്റാമല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? ഒരു കയ്യിൽ ആ പുരുഷൻ പിടിച്ചു, മറു കയ്യിൽ ആ സ്ത്രീ പിടിച്ചു. പഴയതുപോലെ രത്നാഭായിയുടെ ചേരയിൽ ആ കുട്ടിയും പിടിച്ചു. അങ്ങനെ കുറച്ചവർ നടന്നു കയറിയപ്പോൾ അവിടെ മണിയടിക്കുന്നു, പൂജയ്ക്കുള്ള മണിയടിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഇരിക്ക്, ഞങ്ങൾ പൂജ കണ്ടിട്ട് വേഗം വരാം. നിങ്ങളെ കൊണ്ടു കയറിയാൽ പൂജയ്ക്ക് എത്താൻ പറ്റത്തില്ല. അവിടെ ഇരുത്തിയിട്ട് എന്ത് ചെയ്തു? അവരങ്ങ് പോയി. പഴയതുപോലെ അന്നത്തെ ദിവസവും പിന്നീട് ആരും കാണാം. അവര് പൂജ കണ്ടു. പക്ഷേ അവര് രത്നാഭായിയുടെ കാര്യം തന്നെ മറന്നുപോയിരിക്കാം. അതുകൊണ്ട് അവരവരുടെ കാര്യം നോക്കി അവരങ്ങ് പോയി. രത്നാഭായി അന്ന് ഏങ്ങി കരഞ്ഞു. അമ്മയെ എന്നെ പരീക്ഷിക്കല്ലേ, ഇനി ഒരു ദിവസവും കൂടെ ഉള്ളൂ. 4ാമത്തെ ദിവസം അവിടുന്ന് തിരിച്ചു പോവുകയാണ്. അങ്ങനെ 3ാമത്തെ ദിവസം വീണ്ടും രത്നാഭായി വന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ എത്തുന്നത് വരെ രത്നാഭായിക്ക് യാതൊരു കുഴപ്പവുമില്ല. അവിടെ എത്തിക്കഴിയുന്നതോടുകൂടി പിന്നെ വല്ലാത്ത തളർച്ചയാണ്. 2-3 പടികൾ കയറുമ്പോൾ തന്നെ വല്ലാതെ വിയർത്തു കുളിച്ചു. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ കാണാം, വീണ്ടും വരുന്നു വേറെ ഒരു ദമ്പതി, ഒരു ഭാര്യയും ഒരു ഭർത്താവും. അപ്പൊ ഇതിനു മുമ്പ് കണ്ട 2 പേരെ അല്ലല്ലോ. ആ ദമ്പതികളും ഭാര്യയും ഭർത്താവും വന്നു. അവരുടെ കൂടെ ഒരു കുട്ടിയുമുണ്ട്. അപ്പോൾ ഇവര് വന്നിട്ട് പറഞ്ഞു, പടി കയറാൻ വയ്യേ, ഞങ്ങൾ കയറ്റാം. അപ്പോൾ പറഞ്ഞു, ഇതിനു മുമ്പ് 2 പേരെന്നെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി, നിങ്ങളും അങ്ങനെ ചെയ്യില്ലേ? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യില്ല, ഞങ്ങളുടെ കയ്യിൽ പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൈ പുരുഷനിലും ഒരു കൈ ആ സ്ത്രീയുടെ കയ്യിലും പിടിച്ചു. കുട്ടി എന്ത് ചെയ്തു? അവരെ തൊടാതെ അവരുടെ കൂടെ നടന്നു.
കുറച്ച് സ്റ്റെപ്പുകൾ ചെന്നപ്പോൾ വീണ്ടും പഴയതുപോലെ ആ പൂജക്കുള്ള മണിയടി മുഴങ്ങി. അപ്പൊ അവര് പറഞ്ഞു, അമ്മ ഇവിടെ ഇരിക്ക്, ഞങ്ങൾക്ക് പൂജ കാണാൻ പറ്റില്ല. ഓടി അവരങ്ങ് പോയി. ആ പടികളിൽ വീണ് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എന്നെ കാണണ്ടേ രാധാമ്മയ്ക്ക്. ഇവിടം വരെ പിന്നെ എന്നെ എന്തിനാ വരുത്തിയത്? എന്ത് കാര്യത്തിനാണ് എന്നെ ഇവിടം വരെ വരുത്തിയത്? എന്നെ അമ്മയ്ക്ക് കാണണ്ടേ? ഞാൻ കാണാതെ തിരിച്ചു പോവുകയാണ് അമ്മേ. ഇനി നാളെ ഒരേ ഒരു ദിവസം, നാളെയും കൂടെ വരികയാണ് അവര്. തൊഴുതതിന് ശേഷം, അതായത് അവര് രാവിലെ വന്ന് തൊഴുന്നു, ഉച്ചയ്ക്ക് അവർ അവിടുന്ന് തിരിക്കുകയാണ്. അമ്മേ, നാളെയെങ്കിലും എനിക്ക് അമ്മയെ കാണാനൊരു അവസരം തരണേ അമ്മേ. കരഞ്ഞ് നിലവിളിച്ച് തിരിച്ചുപോയി. അങ്ങനെ 4-ാമത്തെ ദിവസം എത്തി. 4-ാമത്തെ ദിവസം വീണ്ടും വന്നു. ഇപ്രാവശ്യം പിടിച്ചു കയറ്റാൻ പോലും ആരും വന്നില്ല. മറ്റേത് 2 ദമ്പതികൾ വരുമായിരുന്നു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അവര് കരഞ്ഞിട്ട് പറഞ്ഞു, എന്നെ കാണണ്ടേ. എന്നിട്ട് അവരെന്ത് ചെയ്തു? ആ പടികളിൽ അങ്ങനെ കമന്ന് കിടന്നു. ശ്രീരാധേ 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 എന്ന് വിളിച്ചു. അങ്ങനെ വിളിച്ച് ഒരു മയക്കം പോലെ തോന്നിയപ്പോൾ പെട്ടെന്നൊരു ശബ്ദം. രത്നാഭായി ചോദിച്ചു, എന്തേ നീ എന്നെ കണ്ടില്ലേ? രത്നാഭായി പറഞ്ഞു, ഞാൻ ഇവിടം വരെ വന്നു. ഇന്ന് അവസാനത്തെ ദിവസമാണ്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എന്നിട്ട് എന്നെ കണ്ടില്ലല്ലോ. എനിക്ക് അമ്മയൊന്ന് കാണാൻ അവസരം തന്നില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു സ്ത്രീ സ്വരമാണ് വീണ്ടും മുഴങ്ങുന്നത്. രത്നാഭായി, നിന്നെ കാണാൻ 3 തവണ ഞാൻ ഇറങ്ങി വന്നല്ലോ രത്നാഭായി. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ കാന്തനായ സാക്ഷാൽ രാധാകൃഷ്ണനും ഉണ്ടായല്ലോ. പക്ഷേ നിന്നെ പിടിച്ചു കയറ്റുന്ന അവസരത്തിൽ പൂജയ്ക്കുള്ള മണി മുഴങ്ങുമ്പോൾ ഞാൻ അവിടെ വേണ്ടേ രത്നാഭായി? അതുകൊണ്ടല്ലേ നിന്നെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ പോയത്. 3 തവണ ഞാൻ ദർശനം തന്നില്ലേ? നീ എന്തേ അത് മറന്നുപോയോ? പെട്ടെന്ന് രാധാറാണിയുടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കോരിത്തരിക്കുകയാണ്. എൻ്റെ ഓരോ രോമങ്ങൾ എഴുന്ന് നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നോക്കൂ രത്നാഭായി, കണ്ണു തുറന്നു നോക്കൂ. അപ്പോൾ ആ 3 തവണ വന്ന ദമ്പതികളുണ്ടല്ലോ, ആ കുട്ടിയും. അപ്പോൾ ആ 3 പേരെയും കാണുകയാണ്. അതായത് 6 പേര്. ആദ്യം ഒരു ഭാര്യയും ഭർത്താവും, 2-ാം ദിവസം വന്നവര്, 3-ാം ദിവസം വന്നവര്. അവരെ ഇങ്ങനെ രത്നാഭായി കാണുകയാണ്. പെട്ടെന്ന് ആ 6 പേരും, അതായത് ഭാര്യ ഭർത്താക്കന്മാര് 6 പേരും, 6 പേരിൽ ആ രാധയും കൃഷ്ണനും, അതെ 3 കൃഷ്ണനും 3 രാധയുമായി അവർ മാറുകയാണ്. അപ്പോൾ ആ കുട്ടിയെ നോക്കി, അത് ലളിത സഖി. അവിടെ ഇരുന്നു കൊണ്ട് അവർ വിളിച്ചു, അമ്മേ, എൻ്റെ അമ്മേ. ശ്രീരാധേ 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 ശ്രീരാധേ. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. 3 പ്രാവശ്യം എനിക്ക് വേണ്ടി ഇവിടെ ഇറങ്ങി വന്നു. എന്നെ സ്പർശിച്ചു. ഇനി ഞാൻ മുകളിലേക്കില്ല. എന്തിന് കാണുന്നു? അമ്മയെ നേരിട്ട് കണ്ടു. അമ്മയുടെ ദർശനം കിട്ടി. ഇനി ഇവിടെയാണ് എൻ്റെ ജീവിതം. അത് കഴിഞ്ഞ് ദർശനം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി വന്നപ്പോൾ രത്നാഭായി പറഞ്ഞു, ഞാനിനി നിങ്ങളോടൊപ്പം വരുന്നില്ല.
അവരെല്ലാം ആവുന്നതും നിർബന്ധിച്ചു. എത്ര നിർബന്ധിച്ചിട്ടും രത്നാഭായി പോയില്ല. ഞാൻ ഈ പടിയിൽ, എനിക്ക് വേറെ എവിടെയും പോകേണ്ട, ഞാൻ ഇവിടെ കിടക്കും, എൻ്റെ അമ്മയെ കാത്തെന്ന് പറഞ്ഞു. ആ സമയത്ത് അവരെത്ര നിർബന്ധിച്ചിട്ടും പോയില്ല. അങ്ങനെ കൂടെ വന്നവർ എന്ത് ചെയ്തു? തിരിച്ചുപോയി. അന്ന് അവിടുത്തെ ഒരു ആശ്രമത്തിലെ അന്ന് അവിടെ കിടക്കുകയാണ്. അന്ന് വൈകുന്നേരമായപ്പോൾ അവിടെ ആശ്രമം നടത്തുന്ന അവിടുത്തെ മുനി വന്നിട്ട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾ ഇന്നു മുതൽ എൻ്റെ ആശ്രമത്തിലാണ് കഴിയുന്നത്. രാധാറാണി ഇന്നലെ എനിക്ക് വന്ന് ദർശനം നൽകി. അമ്മ ഭാഗ്യവതിയാണ്, വരൂ. അടുത്ത ദിവസം തൊട്ട് വീണ്ടും യാതൊരു കുഴപ്പവുമില്ല, പൂർണ്ണ ആരോഗ്യവതിയാണ്. പക്ഷേ എവിടെ വെച്ചാണോ എന്നും സ്ഥിരമായി ഒരു പടിയുടെ അടുക്കൽ വരെയാണ് കൊണ്ടുപോകുന്നത്. ആ പടി വരെ രത്നാഭായി പോവുകയുള്ളൂ, അവിടെ നിൽക്കും. ഇവിടെ എൻ്റെ രാധാറാണിയുടെ സാന്നിധ്യം എനിക്കുണ്ട്. അവിടെ അവർ മനക്കണ്ണുകൊണ്ട് രാധാറാണിയെ കാണും. അവിടുത്തെ പോറ്റിയാകട്ടെ പൂജാരിയാകട്ടെ രാധാമ്മയ്ക്ക് നിവേദിച്ച നൈവേദ്യം ഇവർക്ക് കൊണ്ടുവന്ന് കൊടുക്കും. സ്വപ്നത്തിൽ രാധാറാണി ദർശനം കൊടുത്ത് പൂജാരിക്ക് പറഞ്ഞതാണ്. അപ്പോൾ എന്താണ്? എത്ര കരുണാമയിയാണ്, എത്ര കരുണാമയിയാണ്. അങ്ങനെ വർഷങ്ങൾ പിന്നിട്ടു, അങ്ങനെ വർഷങ്ങൾ പിന്നിട്ടു. ഏതാണ്ട് വയസ്സ് 10-70 ആരോഗ്യമൊക്കെ നശിച്ചു വരികയാണ്. അങ്ങനെ ഒരു ദിവസം ആ പടിയുടെ അടുക്കൽ വന്നു. പടിയുടെ അടുക്കൽ വന്നപ്പോൾ ദേഹമൊക്കെ കുഴഞ്ഞു വീഴുന്നത് പോലെ തോന്നി, ദേഹമൊക്കെ കുഴഞ്ഞു വീഴുന്നത് പോലെ തോന്നി. ആ സമയത്ത് വരികയാണ് രണ്ട് ദമ്പതികളും ഒരു കുട്ടിയും. അതേ, ഒരു പുരുഷനും അവരുടെ ഭാര്യയും ഒരു കുട്ടിയും വരികയാണ്. എന്തേ നടക്കാൻ വയ്യേ? എൻ്റെ കയ്യിൽ പിടിക്കൂ. അങ്ങനെ പുരുഷൻ ആ രത്നാഭായിയുടെ വലത് കയ്യിൽ പിടിച്ചു, സ്ത്രീ ഇടത് കയ്യിൽ പിടിച്ചു, ആ കുട്ടി ചേലത്തുമ്പിൽ പിടിച്ചു. കാണണ്ടേ എന്നെ, കാണണ്ടേ എന്നെ. രത്നാഭായിക്ക് താൻ ഉയർന്നു പോകുന്നത് പോലെ തോന്നി. അങ്ങനെ രാധാജിയുടെ പ്രതിമയുടെ അടുക്കൽ താൻ എത്തുന്നത് പോലെ തോന്നി. ഇത്രയും വർഷം പോയിട്ടും ഇതുവരെയും അവിടെ എത്തിയിട്ടില്ല, അവിടം കണ്ടിട്ടില്ല. അപ്പോൾ കണ്ണ് നിറയെ രാധാജിയെ കണ്ടു. ശ്രീരാധേ, ശ്രീരാധേ, ശ്രീരാധേ. താൻ ഭൂമിയിലുമല്ല ആകാശത്തിലുമല്ലെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് അവിടെ നിന്ന് താൻ ഉയർന്നു പോകുന്നതായി തോന്നി. അങ്ങനെ ആകാശങ്ങളുടെ മുകളിൽ എത്തിയപ്പോൾ രാധാറാണി പറഞ്ഞു, ഒന്ന് താഴേക്ക് നോക്കൂ. അങ്ങനെ താഴേക്ക് നോക്കിയപ്പോൾ അവര് കണ്ടത് രത്നാഭായിയുടെ നിശ്ചലമായ ശരീരം. അതിനു ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുന്നു. രത്നാഭായി പോവുകയാണ്, രത്നാഭായി പോവുകയാണ്. കരുണാമയിയായ രാധയും കൃഷ്ണനും, കരുണാമയിയായ രാധാറാണിയോടൊപ്പം കൃഷ്ണനും അതേ രത്നാഭായി പോവുകയാണ്. ഗോലോകത്തേക്ക് പോവുകയാണ്. ശ്രീരാധേ, 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 ശ്രീരാധേ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹാം.